ഫ്രണ്ട്സ്, മറ്റേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് മാരുതി 800 എങ്ങനെ ഒരു ബമ്പർ ലിപ്പ് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബമ്പർ ലിപ്പ്. ഇത് ഈ ബസ്സിൻ്റെ ഡോർ ബീഡിംഗ് ആണ്. എയർ ഡോറിൻ്റെ സൈഡിൽ കൂടെ വെക്കുന്നൊരു ബീഡിംഗ് ആണിത്. അപ്പോൾ നമ്മുടെ കാറിൽ ആദ്യം സാമറയുടെ ഒരു ബമ്പർ ലിപ്പ് സെറ്റ് ചെയ്തായിരുന്നു. അതപ്പോൾ ഇങ്ങനെ നേരെയാണ് ഇരിക്കുള്ളൂ. ഇതാണെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കും. അപ്പോൾ ഇത് വെച്ചാൽ കാണാൻ നല്ല ഇതായിരിക്കും. ഇതിന് നല്ല നീളം വരുന്നുണ്ട്. ഇതിന് മറ്റേതുപോലെ ടേപ്പില്ല. അപ്പോൾ നമ്മൾ ഇതിന് സ്ക്രൂ ഇട്ട് വേണം മുറുക്കാൻ. അപ്പോൾ നമുക്കിനെ സെറ്റ് ചെയ്യാൻ നോക്കാം. സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബമ്പർ ഊരിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഊരാതെ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ബമ്പർ ഊരിയിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ബമ്പർ ഊരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ബമ്പർ ഊരണമെങ്കിൽ ആദ്യം രണ്ട് സൈഡിലത്തെ ഇൻഡിക്കേറ്റർ ഊരിയെടുക്കണം. അപ്പോൾ ഇൻഡിക്കേറ്റർ ഊരിയെടുക്കണമെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലും സ്റ്റാറിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. അത് ഊരി കഴിയുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു ബോൾട്ട് വരുന്നത്. പിന്നെ ബമ്പറിൻ്റെ അടിയിലായിട്ട് 3 ബോൾട്ട് വരുന്നുണ്ട്. അത് ഒരെണ്ണം സൈഡിലായിട്ട് ഒരു ബോൾട്ട് വരും, പിന്നെ സെൻറ്ററിലായിട്ട് ഒരെണ്ണം വരും, പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു നെറ്റ് ഊരാനായിട്ട് ഇത് കൂട്ട് ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ടീ സ്പാനർ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇത് മേടിക്കണതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിനി അതിൻ്റെ അകത്ത് ഒരു നെറ്റുണ്ട്, അത് ഊരെടുക്കാം. അപ്പോൾ നമ്മൾ ബമ്പർ ഊരിയെടുത്തിട്ട് അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ കട്ടയുണ്ട്. അപ്പോൾ ഈ കട്ടിയുള്ള ഭാഗമാണ് ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ കട്ടിയില്ലാതെ അടിയിലേക്ക് വരണം. അപ്പോൾ ഈ കട്ടിയുള്ളത് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ സ്ക്രൂവും വാഷറും ഇട്ട് ടൈറ്റാക്കി പോവാണ്. നമ്മളിത് മുറുക്കാനായിട്ട് ഇത് സ്ക്രൂ ആണ് എടുത്തേക്കണത്. അതിൻ്റെ കൂടെ ഇടാനായിട്ട് കുറച്ച് വാഷറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇവിടെ ചെറുതായിട്ട് ഒരു ബ്ലേഡ് എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ നടുക്ക് ഫിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കി ഫിറ്റ് ചെയ്യണം. അത് കറക്റ്റ് നേരെ വെച്ച് വേണം ഫിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വളഞ്ഞിരിക്കും. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് അത് വലിച്ചു പിടിച്ച് വേണം ഫിറ്റ് ചെയ്യാൻ. നടുക്ക് വെക്കുമ്പോൾ അന്നേരം നല്ല നേരെയായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ സ്ക്രൂ എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് മിച്ചം വരുന്നുണ്ട്. അപ്പോൾ മിച്ചം വരുന്ന ഭാഗം ബ്ലേഡ് എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്ത് കളയാം.
അപ്പോൾ നമ്മുടെ സ്ക്രൂ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തിരിച്ച് കാറിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബമ്പർ തിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ബമ്പറിൽ ഇപ്പോൾ കാണാൻ നല്ലതാണ്. മറ്റേ നേരത്തെ ഇരുന്നതിനേക്കാളും നല്ലതാണിത്. താഴത്തേക്ക് നന്നായിട്ട് താന്നിരിക്കും. പിന്നെ ഇതങ്ങനെ തട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, മടങ്ങിപ്പൊക്കോളും. അപ്പം ഞാൻ സെറ്റ് ചെയ്തതിൽ കുറച്ച് നടുക്ക് ഭാഗത്തായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നിൽപ്പുണ്ട്. അത് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് വലിച്ചു പിടിച്ച് സെറ്റ് ചെയ്താൽ മതി, അന്നേരം കുഴപ്പമില്ലാതെ നേരെ നിന്നോളും. അപ്പോൾ ഇത് ഞാൻ മേടിച്ചേക്കണത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. ഡെൽറ്റ ഗാരേജ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി, അവർ കൊറിയർ ആയിട്ട് അയച്ചു തരുന്നതാണ്. അതിൽ ഇൻസ്റ്റായുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ ഇതിന് ഏകദേശം 550 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരു ബമ്പർ ലിപ്പ് സെറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.